കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 14. കേരളത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ്. 1952 മുതലുള്ള ഇന്ത്യയുടെ പൊതുതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുള്ളത്. 1956 നവംബർ 1 നടന്ന കേരളപ്പിറവിക്ക് ശേഷം 1957 പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന കേരളത്തിൻ്റെ പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് കേരള സംസ്ഥാനത്തിൽ ആദ്യമായി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 12,000 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടന്നിരുന്ന ദേവികുളമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമേറിയ നിയമസഭാ നിയോജക മണ്ഡലം. തേയിലത്തോട്ടങ്ങളിൽ കൊളുന്തു നുള്ളുന്ന സ്ത്രീകളടക്കം തോട്ടം തൊഴിലാളി മേഖലയിലെ സംഘടിതരായ തൊഴിലാളികളായിരുന്നു വോട്ടർമാരിൽ ഭൂരിഭാഗവും. എന്നിരുന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അനായാസേന ജയിക്കാവുന്ന ഒരു നിയമസഭാ മണ്ഡലമായിരുന്നു ദേവികുളം. പ്രമുഖ INTUC നേതാവായിരുന്ന ശ്രീ BK നായരായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചത്. എതിർ സ്ഥാനാർത്ഥി കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകയും സർവോപരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീപ്പൊരി നേതാവായ സഖാവ് PT പുന്നൂസിൻ്റെ സഹധർമ്മിണിയുമായ ശ്രീമതി റോസമ്മ പുന്നൂസായിരുന്നു. പരമ്പരാഗത കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച റോസമ്മ ചെറിയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തക എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ മുൻനിര വനിതാ നേതാവായ തൻ്റെ സഹോദരി അക്കാമ്മ ചെറിയാനോടൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന നിരവധി സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അനവധി വർഷക്കാലം ജയിലഴികൾക്കുള്ളിൽ കഴിയുകയും ചെയ്തു. ഇതിനിടയിലായിരുന്നു മാർത്തോമാ സഭക്കാരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട സഖാവ് PT പുന്നൂസുമായുള്ള പ്രണയവിവാഹം സാക്ഷാത്കരിക്കപ്പെടുന്നത്. തുടർന്നുള്ള ഒളിവ് ജീവിതത്തിനിടയിൽ സ്വാതന്ത്ര്യ സമരസേനാനിയായ റോസമ്മ ചെറിയാൻ തൻ്റെ ഹൃദയത്തോടൊപ്പം പ്രത്യയശാസ്ത്ര പ്രമാണങ്ങളും അതുവരെ പിന്തുടർന്ന രാഷ്ട്രീയ വിശ്വാസങ്ങളും തൻ്റെ ജീവിത പങ്കാളിയുടെ കാൽക്കീഴിൽ നിരുപാധികം സമർപ്പിച്ചു. പിന്നീടവർ സഖാവ് റോസമ്മ പുന്നൂസ് എന്ന നാമധേയത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ വിപ്ലവ കനലായി ജ്വലിച്ചുയരാൻ തുടങ്ങി. 1957 പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ പത്രികാ സമർപ്പണം കഴിഞ്ഞുള്ള സൂക്ഷ്മ പരിശോധനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശ്രീ BK നായരുടെ നാമനിർദ്ദേശ പത്രിക ഇലക്ഷൻ കമ്മീഷൻ അസാധുവായി പ്രഖ്യാപിച്ചു. ദേവികുളത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ വാർത്ത കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല കേരള രാഷ്ട്രീയ ഭൂമികയിലാകെ അമ്പരപ്പ് സൃഷ്ടിച്ചു. അധികം വൈകാതെ ഡമ്മി സ്ഥാനാർത്ഥിയായ ശ്രീ കറുപ്പയ്യ ദേവികുളത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ കോൺഗ്രസുകാരായ വോട്ടർമാർക്കിടയിൽ ഇത് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. ഒടുവിൽ ഫലപ്രഖ്യാപന ദിവസം ദ്വയാംഗമണ്ഡലമായ ദേവികുളത്ത് നിന്നും സംവരണ വിഭാഗത്തിൻ്റെ ജനപ്രതിനിധിയായും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി മത്സരിച്ച ശ്രീ N ഗണപതിയും പൊതുവിഭാഗത്തിൽ നിന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വനിതാ നേതാവായ സഖാവ് റോസമ്മ പുന്നൂസും തിരഞ്ഞെടുക്കപ്പെട്ടു. വെറും 1.25 കോടി ജനങ്ങൾ മാത്രം ജനസംഖ്യയുള്ള കേരളത്തിൻ്റെ പ്രഥമ നിയമനിർമ്മാണ സഭയിലേക്ക് ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ നിന്ന് 33,809 വോട്ടുകൾ നേടിയാണ് സഖാവ് റോസമ്മ പുന്നൂസ് കേരള നിയമസഭയിലെ ആദ്യ MLA എന്ന നിലയിൽ ഗവർണർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. 1957 ഏപ്രിൽ 10 കേരളത്തിൻ്റെ പ്രഥമ നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി അവർ വീണ്ടും ഗവർണർ ശ്രീ B രാമകൃഷ്ണ റാവുവിന് മുന്നിൽ സത്യവാചകം ചൊല്ലി. അങ്ങനെ ഐക്യ കേരളത്തിലെ ആദ്യ MLAയും ആദ്യ പ്രോട്ടേം സ്പീക്കറുമായി സഖാവ് റോസമ്മ പുന്നൂസ്
സഭാരേഖകളിൽ ഔദ്യോഗികമായി എഴുതപ്പെട്ടു. 13 മാസക്കാലം കേരളത്തിൻ്റെ പ്രഥമ സർക്കാർ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലൂടെയാണെങ്കിലും അനുസ്യൂതം ഒഴുകി നീങ്ങി. ഇതിനിടയിൽ സാധുവായിരുന്നിട്ടും തൻ്റെ നാമനിർദ്ദേശ പത്രിക അസാധുവാക്കിയെന്ന പരാതിയുമായി കോൺഗ്രസ് നേതാവായ ശ്രീ BK നായർ തെരഞ്ഞെടുപ്പ് ട്രിബ്യൂണലിനെ സമീപിച്ചു. ശ്രീ BK നായരുടെ പരാതി ശരിയാണെന്ന് വിധിച്ച ട്രിബ്യൂണൽ നിലവിലെ MLA ആയ ശ്രീമതി റോസമ്മ പുന്നൂസിൻ്റെ വിജയം അസാധുവാണെന്ന് പ്രഖ്യാപിച്ചു. അധികം വൈകാതെ ഐക്യ കേരളത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് 1958 മെയ് 16 നടത്തുവാൻ ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തി. ദേവികുളം മണ്ഡലത്തിൽ നടന്ന കേരളത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീ BK നായരും സഖാവ് റോസമ്മ പുന്നൂസും തമ്മിൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തീപാറുന്ന മത്സരമാണ് കേരള ജനത സാക്ഷ്യം വഹിച്ചത്. ശ്രീ BK നായർ ജയിച്ചാൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഭൂരിപക്ഷം കേവലം ഒരു MLAയുടേത് മാത്രമായി ചുരുങ്ങും. കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ലാത്ത അക്കാലത്ത് കുറച്ചുപേരെ മോഹവില കൊടുത്ത് മറുകണ്ഠം ചാടിക്കാനും അതുവഴി കേരളത്തിൻ്റെ പ്രഥമ സർക്കാരിനെ അട്ടിമറിക്കാനും എളുപ്പമായിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത്. എല്ലാ പ്രധാന ദേശീയ നേതാക്കന്മാരെയും ദേവികുളത്ത് അണിനിരത്തിയതിനു പുറമെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ചുമതലക്കാരനായി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിയോഗിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കാമരാജ് നാടാരെയായിരുന്നു. കന്യാകുമാരി ജില്ല തമിഴ്നാടിനോട് ചേർക്കാൻ അക്രമസമരം നയിച്ച TTNCക്കൊപ്പം മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു ശ്രീ കാമരാജ് നാടാർ. ഈ ആവശ്യത്തിനായി തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയെ അട്ടിമറിച്ച് കോൺഗ്രസ് നേതാവായ പനമ്പിള്ളി ഗോവിന്ദമേനോനെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയാക്കുവാനും അദ്ദേഹം അശ്രാന്ത പരിശ്രമം ചെയ്തു. അതിൻ്റെ നന്ദി എന്നോണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ പിളർന്ന് വെറും സംഘടനാ കോൺഗ്രസായി ശുഷ്കിച്ച കാലത്ത് ഇന്ദിരയുടെ പാർട്ടിക്കെതിരെ 1971 ലോകസഭയിലേക്ക് മത്സരിച്ച കാമരാജിനെ കന്യാകുമാരി ജില്ലക്കാർ, വിശേഷിച്ച് നാഗർകോവിൽ മണ്ഡലത്തിലെ വോട്ടർമാർ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചു. അത് അദ്ദേഹത്തിൻ്റെ അവസാന തെരഞ്ഞെടുപ്പായിരുന്നു. ഏതായാലും 1957 1962 1967 തുടർച്ചയായി 3 വട്ടം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ കാമരാജ് നാടാരുടെ ദേവികുളത്തേക്കുള്ള വരവ് കോൺഗ്രസ് പ്രവർത്തകരിലും സർവോപരി തമിഴ് മക്കൾക്കിടയിൽ ആവേശ തിമിർപ്പിൻ്റെ തിരമാലകൾ ഉയർത്തി. മറുപക്ഷത്ത് സഖാവ് റോസമ്മ പുന്നൂസിനു വേണ്ടി പടനയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർവ്വസൈന്യാധിപനായ സഖാവ് VS അച്യുതാനന്ദനായിരുന്നു. പ്രമുഖ അഭിഭാഷകയും ജനനായികയുമായ സഖാവ് റോസമ്മ പുന്നൂസ് ദേവികുളത്ത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വേളയിൽ മാലൈക്കള്ളൻ തങ്കയ്യ എന്ന തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനായി പിൽക്കാലത്ത് തമിഴ്നാട് മുഖ്യമന്ത്രിയായി തീർന്ന ഏഴയിത്തോഴൻ മക്കൾ തിലകം MGR എന്ന MG രാമചന്ദ്രൻ ദേവികുളത്ത് ഒരു അതിഥി മന്ദിരത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. സഖാവ് VS അച്യുതാനന്ദൻ്റെ ക്ഷണപ്രകാരം സ്ഥാനാർത്ഥി റോസമ്മ പുന്നൂസിൻ്റെ പ്രചരണ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുവാനായി സാക്ഷാൽ MG രാമചന്ദ്രൻ എന്ന MGR വലിയൊരു താരനിരയുടെ അകമ്പടിയോടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ വരവറിഞ്ഞ ആയിരക്കണക്കിന് തമിഴ് മക്കൾ സമ്മേളന നഗറിലേക്ക് ഇരമ്പി വന്നു. MGRൻ്റെ തമിഴിലും മലയാളത്തിലുമുള്ള വാഗ്ധോരണി കേട്ട മലയോര ജനത തേർവാഴ്ച കണ്ട നിശാസഞ്ചാരികളെ പോലെ പ്രകമ്പനം കൊണ്ടു. പ്രധാന പ്രചരണ വാഹനത്തിന് മുന്നിലായി അലങ്കരിച്ചൊരു ലോറിയിൽ അത്യാവശ്യം സംഗീത ഉപകരണങ്ങൾക്ക് നടുവിൽ ഹാർമോണിയം വായിച്ച് ഉശിരുള്ള വിപ്ലവ ഗാനങ്ങൾ പാടുന്ന
15 വയസ്സുകാരനായ തമിഴ്നാട്ടിലെ തേനിയിലെ ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന് വന്ന കൃശഗാത്രനായ ഒരു കറുത്ത പയ്യനും ദേവികുളം മണ്ഡലത്തിൻ്റെ കുളിരുവീണ ഗ്രാമവീഥികളിൽ വിപ്ലവത്തിൻ്റെ തീമഴ പെയ്യിക്കാൻ ജ്വലനഗതിയോടെ സഞ്ചരിച്ചു. രാജയ്യ എന്നായിരുന്നു അവൻ്റെ പേര്. എം രാജ എന്ന ഗായകൻ ദക്ഷിണേന്ത്യയാകെ ജ്വലിച്ചുയർന്ന കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പുതിയ പാട്ടുകാരനെ ഇളയ രാജ എന്ന് നാട്ടുകാർ വാത്സല്യത്തോടെ വിളിച്ചു. കേരളത്തിലെ പ്രഥമ ഉപതെരഞ്ഞെടുപ്പിൽ ദേവികുളത്തെ സമ്മതിദായകർ സ്നേഹപുരസ്സരം വാത്സല്യത്തോടെ ചാർത്തിക്കൊടുത്ത ആ മഹനീയ നാമധേയം പിന്നീട് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ദക്ഷിണേന്ത്യൻ സിനിമയുടെ സമാനതകളില്ലാത്ത മഹാനാമമായി മാറി. ദേവികുളത്തെ ഉപതെരഞ്ഞെടുപ്പിൽ പതിവ് പോലെ മുന്നണി ബന്ധങ്ങളില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തനിച്ചാണ് മത്സരിച്ചത്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശ്രീ BK നായർക്ക് പിന്നിൽ PSPയും മുസ്ലിം ലീഗും കത്തോലിക്ക സഭയുടെ ധർമ്മഭടന്മാരായ ക്രിസ്റ്റഫർ സേനയും സജീവ സാന്നിധ്യമായി പോർക്കളത്തിലുണ്ടായിരുന്നു. മറുപക്ഷത്ത് മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ദേവികുളം മണ്ഡലത്തിലേക്ക് സന്ദർശകരായി പോലും കടന്നു വന്നില്ല. മുഖ്യമന്ത്രിയായ EMS അതിരുകവിഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം ഫലപ്രഖ്യാപന ദിവസം സാക്ഷാത്കരിക്കപ്പെട്ടു. ഒടുവിൽ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യ തെരഞ്ഞെടുപ്പിനേക്കാൾ 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ, അതായത് 7089 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സഖാവ് റോസമ്മ പുന്നൂസ് അങ്ങനെ 2ാം വട്ടവും കേരളത്തിൻ്റെ പ്രഥമ നിയമസഭയിൽ വന്ന് ഗവർണർ B രാമകൃഷ്ണ റാവുവിൻ്റെ മുന്നിൽ സത്യവാചകം ചൊല്ലി.